ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ടി വിയിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ കണക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടി വിൻ്റെ പവർ ഓണാക്കണം. പവർ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് ഇത് വരും. അപ്പോൾ ഈ ടി വി BPL ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടും കാണാം, BPLൻ്റെ റിമോട്ടാണ്. അങ്ങനെ ഈ റെഡ് ഇത് വരുമ്പോൾ ഇത് ഓണാക്കണം. അപ്പോൾ ടി വി ഓണായി വരുന്നുണ്ട്. ഗൂഗിൾ ടി വി, It's 1999959 and enjoy unlimited Hollywood entertainment on your TV and Tata Play mobile app. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് നമുക്ക് ഓണാക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫുൾ സൗണ്ട് ഞാൻ കുറച്ചതാണ് ഇപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർനെറ്റ് ഓണാക്കണമെങ്കിൽ ഇത് എൻ്റെ ടി വിൻ്റെത് ടാറ്റാ സ്കൈ ആണ്. അപ്പോൾ ടാറ്റാ സ്കൈൻ്റെ റിമോട്ടാണിത്. ഇതല്ല വേണ്ടത്, ഈ റിമോട്ടാണ് വേണ്ടത്. ഈ റിമോട്ടിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പോൾ കാണിക്കുന്നുണ്ട് ഇവിടെ കാണ്ട് കണക്റ്റ് റൈറ്റ് നൗ ട്രൈ അഗൈൻ ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ താഴത്തേക്ക് ആക്കിയിട്ട് ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സ്, അപ്പോൾ അത് മേലേക്ക് ആക്കിയിട്ട് താഴത്തേക്ക് കൊടുക്കണം. അപ്പോൾ കാണാം അവിടെ വൈഫൈ ഏതൊക്കെയാണെന്ന് കാണാം. ഗാലക്സി റെയിൽവെയർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ മൊബൈലിലാണ് ഇപ്പോൾ വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ താഴെയുള്ള ഇതില്ലേ, അപ്പോൾ അത് ഞെക്കുക, താഴത്തേക്ക് ആക്കുക. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ അവിടെ കാണാം എൻ്റർ പാസ്വേഡ് ഫോർ ഇത്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പാസ്വേഡ് എങ്ങനെയാണെന്ന് അടിക്കുകയെന്ന് വെച്ചാൽ ഈ ലെറ്റർ ഇങ്ങനെ കാണാം. അപ്പോൾ ലെറ്റർ ഈ റിമോട്ടിൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പോകുന്നതാണ്, റൈറ്റ് ഭാഗത്തേക്ക് പോകുന്നതാണ് ഉണ്ടോ, റൈറ്റ് ഭാഗത്തേക്ക് പോകുന്നതാണ്. അതേമാതിരി ലെഫ്റ്റ് ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അതേമാതിരി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഡിയിലേക്ക് ആക്കണമെങ്കിൽ ഈ റിമോട്ടിൻ്റെ താഴെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോകുന്നതാണ്. അല്ല അങ്ങനെ പോവില്ല, നമ്മളിങ്ങനെ തന്നെ പോകണം. ഈ റൈറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ തന്നെ പോവുള്ളൂ. താഴത്തേക്ക് പോകും. എന്തൊരു ഇത് പ്രശ്നമുണ്ട്. താഴത്തേക്ക് ഇടും ഡി. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പോകണമെങ്കിൽ ഈ റിമോട്ടിൻ്റെ താഴത്തേക്ക് എക്സ് അങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണാം എൻ്റർ പാസ്വേഡ് ഫോർ ഇതിൻ്റെ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ടിൽ ഇങ്ങനെ താഴത്തേക്ക് സ്റ്റെപ്പ് കാണാം. ടിക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം നിങ്ങൾക്ക് കണക്റ്റിംഗ് ടു ഗാലക്സി MO28 കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഇതാ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് നമുക്ക് കാണാം. അപ്പോൾ അതാ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബാക്ക് അടിക്കണമെങ്കിൽ റിമോട്ടിൽ ഈ ഓപ്ഷൻ ഉണ്ട്, ഈ ഓപ്ഷൻ ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ നമ്മൾ യൂട്യൂബാണ് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
താഴത്തേക്ക് ഇങ്ങനെ ആക്കാം, റിമോട്ടിൽ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ താഴത്തേക്ക് ആക്കണമെങ്കിൽ ഈ ഇത് താഴത്തേക്കുള്ള ഇതുണ്ട്, അപ്പോൾ താഴത്തേക്ക് ആക്കിയാൽ മതി. ഇപ്പോൾ ഗെയിമിങ്ങിൽ പോയി, ഇപ്പോൾ മൂവീസിലൊക്കെ പോയി. ഇനി നമുക്ക് ഹോമിലേക്ക് പോകണമെങ്കിൽ മേലേക്ക് തന്നെ ആക്കിയാൽ മതി. ഇനി നമുക്ക് സെർച്ചിൽ പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ സെർച്ച് എടുത്തിട്ടുണ്ട്. സെർച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് അടിക്കേണ്ടതെന്ന് കാണാം. ഇപ്പോൾ ABC എന്ന് കാണാം. അപ്പോൾ ഞാൻ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ് അടിക്കുകയാണ്. അപ്പോൾ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ് അടിക്കുമ്പോൾ എന്നിൽ പോകണം. N പിന്നെ Y അപ്പോൾ ജ്ഞാപകം സോങ് അടിക്കുമ്പോൾ അതവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ജ്ഞാപകം സോങ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് ജ്ഞാപകം സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ അമർത്തിയാൽ മതി. അപ്പോൾ അത് ജ്ഞാപകം സോങ് വന്നതാണ്. ആ പ്ലേ ചെയ്യണമെങ്കിൽ റിമോട്ടിൽ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണും. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ പ്ലേ ആവും. ടോയ്ലറ്റിലെ ദുർഗന്ധം അസഹനീയമാണ്. ഡോമെക്സ് വാങ്ങൂ. ഇതിനുണ്ട് ഓരോ ബ്ലോക്ക് ടെക്നോളജി. ഇത് 3 ദിവസം വരെ ദുർഗന്ധം തിരികെ വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. ഡോമെക്സ് 3 ദിവസം വരെ ദുർഗന്ധം ബ്ലോക്ക് ചെയ്യുന്നു. പരസ്യമാണ് ഇപ്പോൾ താഴത്ത് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുക. ഞാൻ എന്താ പറയുക, ഒരു മിനിറ്റ് വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് പ്ലേ ആയിക്കോട്ടെ. പിന്നെ സൗണ്ട് കൂട്ടണമെങ്കിൽ ഇവിടെ അപ്പോൾ എങ്ങനെയാണ് പാട്ടെന്നല്ല എന്തായാലും ഓക്കുക. ഫാസ്റ്റ് അടിക്കണമെങ്കിൽ നമുക്ക് ഈ റൈറ്റ് ഭാഗത്തുള്ളതൊക്കെ ഫാസ്റ്റ് അടിച്ചാൽ മതി. പിന്നെ ലെഫ്റ്റ് ഭാഗമാണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഫാസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ പ്ലേ ചെയ്യണമെങ്കിൽ ഓക്കെ അമർത്തുക. പിന്നെ അതിപ്പോൾ അങ്ങനെ പ്ലേ ആയതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അമർത്തുക. ബാക്ക് അടിക്കണമെങ്കിൽ ഈ റിമോട്ടിൻ്റെ ഈ ഭാഗം ഇത് അമർത്തിയ ബാക്കാവും. ഓക്കെ, ബാക്കായി. ഇനി നമുക്ക് ബാക്ക് അടിക്കണമെങ്കിൽ ബാക്ക് ആക്കുക. ബാക്ക് അടിച്ചുകൊണ്ട് ഇതിപ്പോൾ ടി വിൻ്റെ അതേമാതിരി തന്നെ വന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് ആക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർനെറ്റ് ഓഫ് ആക്കണമെങ്കിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് ഇതുണ്ടോ ഇവിടെ ഈ ഓപ്ഷൻ. അപ്പോൾ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇതുണ്ട്, അതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് എ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് താഴത്തേക്ക് ആക്കുമ്പോൾ കാണാം സ്ക്രീൻ സേവർ, പിക്ചർ, വൈഫൈ എന്ന് പറഞ്ഞാൽ വൈഫൈ കാണുക. അപ്പോൾ വൈഫൈ ഓക്കെ ആക്കുക. നമ്മൾ റിമോട്ടിൽ ഓക്കെ ആക്കുക. ഈ ടി വിൻ്റെ റിമോട്ടിൽ ഓക്കെ ആക്കണം. എന്നിട്ട് കണക്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ വൈഫൈ കാണാം, നമുക്ക് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. അപ്പോൾ താഴത്തേക്ക് ആക്കണം. അപ്പോൾ താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ അത് താഴത്തേക്ക് ആക്കിയിട്ട് ഓക്കെ അമർത്തുക. കഴിഞ്ഞിട്ട് മേലേക്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ മേലേക്കുള്ള ഓപ്ഷനിൽ കാണാം മറ്റേ വൈഫൈൻ്റെ ഇത് ഓണായി കിടക്കുന്നത്. അത് ഓഫ് ആക്കണമെങ്കിൽ
ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ അത് ഓക്കെ അമർത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈഫൈ ഓഫായി. അപ്പോൾ ഇനിയിപ്പോൾ ടി വി ഓൺ ആക്കണമെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചപ്പോൾ വൈഫൈ കണക്ഷൻ ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ പുതിയ ടി വി ഒക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ടി വികളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഗൂഗിൾ ടി വി, ഇൻ്റർനെറ്റുള്ള ടി വി, ബ്ലൂടൂത്തുള്ള ടി വിക്കാണ് ഇങ്ങനത്തെ ടി വികളൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർനെറ്റ് വൈഫൈ കണക്ട് ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തതാണ്. വീട്ടിൽ നിന്ന് വൈഫൈ ബോക്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വൈഫൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.